ഹലോ, നമ്മളിന്ന് ബേക്കറിയിലോട്ടുള്ള ഓർഡേഴ്സ് ആട്ടോ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ ഇപ്പോൾ സ്പഞ്ചുകളെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഓവനിൽ. അപ്പോൾ ഒരു സെറ്റ് റെഡിയായി കഴിയുമ്പോഴേക്കും ക്രം കോട്ട് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡ് മിക്സറിൽ ക്രീമും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റെല്ലാം ബട്ടർ പേപ്പറൊക്കെ മാറ്റി ക്രം കോട്ട് ചെയ്യാൻ പോവുകയാണ്. ബട്ടർ സ്കോച്ച്, വാനില, അങ്ങനെ ബട്ടർ സ്കോച്ച് തന്നെ 2-3 ബട്ടർ സ്കോച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എല്ലാ കേക്കുകളും ഞാൻ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ ഓവനിൽ വെച്ചേക്കുന്നതായിട്ടുണ്ട്, അന്നും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. 1 by 1 ആയിട്ട് ക്രം കോട്ട് ചെയ്ത് നമ്മളെല്ലാം എടുക്കുന്നുണ്ട്. ഫൈനൽ കോട്ട് ചെയ്യാനും നമ്മൾ പെട്ടെന്ന് കഴിയും. ബേക്കറിയിലോട്ടുള്ള ഓർഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അധികം ഡിസൈൻസ് ഒന്നും നമുക്ക് ചെയ്തെടുക്കണ്ട. സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും. ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും എല്ലാം പെട്ടെന്ന് കഴിയും. നോർമൽ മറ്റേ നമ്മുടെ കസ്റ്റമൈസ്ഡ് കേക്ക്സ് ആകുമ്പോൾ നമുക്ക് അധികം കുറച്ചുകൂടെ ടൈം എടുക്കും. കാരണം ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമേ ഫൈനൽ കോട്ട് ചെയ്യാറുള്ളൂ ഞാൻ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഡിസൈൻസ് ആണെങ്കിലും പെട്ടെന്ന് ഫ്രോസ്റ്റ് ചെയ്തും കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാ കേക്ക്സിൻ്റെ ബോക്സും കൂടെ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ കേക്ക് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലും കൂടെ ഒന്ന് പോകണം. ക്ലിനിക്കിലാണ് പോകുന്നത്. അപ്പോൾ പനി ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് പനി ആയതുകൊണ്ട് തന്നെ അവനൊന്ന് കാണിക്കണം, മെഡിസിൻസ് വാങ്ങണം. അപ്പോൾ നമ്മൾ ആ വഴി കേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലല്ല, ഒരു ചെറിയ ക്ലിനിക്കാണ്. അവൻ ചെറുപ്പം തുടങ്ങി അവിടെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ആ ഡോക്ടറെ കണ്ടാലേ അവൻ്റെ പനി മാറൂ.